പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. കാരണം പരിശുദ്ധ കുർബാന ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ സന്നിഹിതനാണ്. കർത്താവ് നിങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവിടുന്ന് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ഓരോരോ പ്രത്യേക നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളെ ആശീർവദിച്ചു കൊണ്ടിരിക്കുക. ഈ സ്വരം കേൾക്കുമ്പോൾ തന്നെ, ഈ വചനം മുഴങ്ങുമ്പോൾ തന്നെ അനവധി കുടുംബങ്ങൾക്ക് ഡെലിവറൻസ്, വിമോചനം കിട്ടുന്നതായിട്ട് അച്ഛന് കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പങ്കുചേരുക. കാരണം ഇത് യേശുവിൻ്റെ നാമത്തിലാണ്. നിന്റെ കുരുക്കഴിക്കാനായി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ അത്ഭുത അൽത്താരയിൽ കർത്താവ് എഴുന്നള്ളിയിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ ഈ ദേവാലയത്തിൽ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ്, രോഗശാന്തിയുടെ പ്രാർത്ഥനയാണ്, വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് വണക്കം നടക്കുന്ന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു അത്ഭുതമാണ് ഈ ദേവാലയത്തിലെ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ്. കാരണം ഇത് ആദ്യകാലഘട്ടങ്ങളിൽ തന്നെ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഇറ്റാലിയൻ മെത്രാന്മാരിൽ ഒരു മെത്രാൻ പാതുവായിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന തിരുശേഷിപ്പാണ്. അതാ തിരുശേഷിപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ വലിയ അഭിഷേകം. പ്രിയപ്പെട്ട മക്കളെ, ഈശോ വിശുദ്ധ അന്തോനീസിലൂടെ ഈ ദേവാലയത്തിൽ വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക, തൊടുക, സൗഖ്യം കൊടുക്കുക, അച്ഛൻ്റെ പൗരോഹിത്യത്തെ അതിനുവേണ്ടി ഉപയോഗിക്കുക. എൻ്റെ മെത്രാൻ എനിക്കതിന് അധികാരം നൽകി സാത്താനെ ബന്ധിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും ഇവിടെ വരുന്ന ദൈവജനത്തിന് മോചനം കൊടുക്കാനും എൻ്റെ മെത്രാൻ എൻ്റെ പൗരോഹിത്യത്തെ ആശീർവദിച്ച് അനുഗ്രഹിച്ചിരിക്കുക. കഴിഞ്ഞ വർഷം ജൂൺ 26-ാം തീയതി വത്തിക്കാനിൽ വെച്ച് ലിയോ 14-ാമൻ പാപ്പയും എനിക്ക് അതേപോലൊരു ആശീർവാദം നൽകിയിട്ടുണ്ട്. ഈ മിനിസ്ട്രി ഓഫ് ഡെലിവറൻസ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ക്യാരിസമാണ്. യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ ബന്ധിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക, ശബ്ദമുയർത്തി കൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവർ കോഴിക്കോട് ടൗണിലേക്ക് വരിക. ഓട്ടോറിക്ഷയിലോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ, റെയിൽവേ സ്റ്റേഷനൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നടന്നെത്താവുന്നതേ ഉള്ളൂ. അതായത് ജില്ലാ കോടതി ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂള്, ഇവിടെയുള്ള വലിയ പള്ളി എന്നാണ് ഇത് അറിയപ്പെടുന്നത്, ബീച്ചിനടുത്താണ്. ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞ് രാത്രി ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനൊരു ധ്യാന കേന്ദ്രത്തിൽ ഡോർമെട്രി അച്ഛൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളെ കൊണ്ട് ആക്കിത്തരും. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ, നേരത്തെ അത് അറിയിക്കണം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരിക, നിങ്ങളുടെ മാരകമായ രോഗങ്ങളെ ബന്ധിക്കാൻ, നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ഇടപെടാൻ, നിങ്ങളുടെ നിരാശകൾ അകറ്റാൻ, പ്രാർത്ഥിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകാൻ, ആത്മീയമായ കാര്യങ്ങളിലുള്ള ബന്ധനങ്ങൾ എടുത്തു മാറ്റാൻ, നിങ്ങളുടെ ശരീര തളർച്ച മാറ്റാൻ, നിങ്ങളുടെ മനസ്സിൻ്റെ തളർച്ച മാറ്റാൻ, നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ തരാൻ, നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാനുഭവം വീണ്ടു തരാൻ, നഷ്ടപ്പെട്ടു പോയ ചൈതന്യം വീണ്ടു തരാൻ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ തിരികെ വാർക്കാൻ ഈ ശുശ്രൂഷയ്ക്ക് സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന കലഹത്തിൻ്റെ ദുരാത്മാക്കളെയും നിരാശയുടെ ദുരാത്മാക്കളെയും അകാരണ ഭയങ്ങളെയും മാനസിക രോഗങ്ങളെയും നിരന്തരമായ ശാരീരിക രോഗങ്ങളെയും നിരന്തരമായ കടബാധ്യതകളെയും നിരന്തരമായ ബന്ധനങ്ങളെയും
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുക. പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ശാസിക്കുക. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ, പ്രായമായവർക്കുണ്ടാകുന്ന ഹലൂസിനേഷനുകൾ, സോഡിയത്തിൻ്റെ ക്രമരാഹിത്യങ്ങൾ, നല്ല മരണം കിട്ടാതെ ദിവസങ്ങളോളം ആകെ അസ്വസ്ഥതപ്പെട്ട് കിടക്കുന്നവർ, ഡെലിവറൻസ് കൊടുക്കുക, ഡെലിവറൻസ് കൊടുക്കുക. യേശുവെ തളർച്ചകൾ മാറ്റണം. യേശുവെ ആരോഗ്യം വീണ്ടെടുത്ത് കൊടുക്കണം. കടങ്ങൾ മാറ്റണം. സമ്പത്തിൻ്റെ മേലുള്ള കുരുക്കുകൾ അഴിച്ചു കൊടുക്കണം. കച്ചവടങ്ങളുടെ കുരുക്കുകൾ അഴിച്ചു കൊടുക്കണം ഈശോ. കർത്താവെ ബന്ധനങ്ങൾ അഴിക്കണമേ. കർത്താവെ തൊഴിൽ മേഖലയിലെ സ്ഥാപനങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ നടത്തുന്നവർ, ചെറിയ ചെറിയ പെട്ടിക്കടകൾ നടത്തുന്നവർ, വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർ, വിദേശത്തുള്ള ഞങ്ങളുടെ മക്കൾ, അവരുടെ തൊഴിൽ മേഖലകൾ, അവരുടെ കുടുംബങ്ങൾ, അങ്ങനെ പല കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന തെറ്റായ ബന്ധങ്ങൾ, വ്യഭിചാരത്തിൻ്റെ ദുർബോധങ്ങൾ ബന്ധിക്കണമേ, ശാസിക്കണമേ, ബഹിഷ്കരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മുൻകോപം, ഞങ്ങളുടെ മക്കളുടെ അനുസരണക്കേട്. ഒരപ്പനും അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മകൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നല്ല സ്നേഹത്തിലായിരുന്നു, എന്നാലിപ്പം മിണ്ടുന്നില്ല. മുൻകോപോ, ഞങ്ങളുടെ മകൻ എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ആ കുടുംബം വലിയ കുരുക്കില. കർത്താവ് ആ കുരുക്കിന്ന് അഴിച്ചു കൊടുക്കണം. ആ ബാധയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കാണെങ്കിലും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, ഈ അൾത്താരയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലോകത്തിൽ എവിടെ നിന്ന് വചനം കേട്ടാലും ഈ നിമിഷം പരിശുദ്ധാത്മാവിടെ ആവസിക്കട്ടെ. സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും ബന്ധിക്കട്ടെ, ശാസിക്കട്ടെ, വിടുതൽ കിട്ടട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, കുഷ്ഠരോഗി കർത്താവിന് മുമ്പ് വരിക, മാരകമായ കുഷ്ഠരോഗം. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമേ. ആ വചനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. മർക്കോസിൻ്റെ തന്നെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 42 വരെ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി. ഈ വചനം കേൾക്കുന്ന മക്കളെ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ വിട്ടുമാറാത്ത നിങ്ങളുടെ രോഗങ്ങള്, ഉണങ്ങാത്ത മുറിവുകള്, ഹൃദയ മുറിവുകള്, ആന്തരിക മുറിവുകള്, ശരീര മുറിവുകള്, അലർജി രോഗങ്ങള്, പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകള്, ആ പൈശാചിക രൂപികള്, ഈശോയ്ക്ക് മനസ്സുണ്ട്. ദിവ്യകാരുണ്യം ഈശോയ്ക്ക് മനസ്സുണ്ട്. ഈ നിമിഷം നീ സൗഖ്യം പ്രാപിക്കട്ടെ, നിന്റെ കെട്ടഴിയട്ടെ, നിന്റെ ബന്ധനം അഴിയട്ടെ. പരിശുദ്ധാത്മാവിനായി ആഗ്രഹിച്ച മക്കളെ, പരിശുദ്ധാത്മാവേ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയ അധികാരത്തിലെ കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഈ മക്കളുടെ ജീവിതത്തെയോ തൊഴിൽ മേഖലകളെയോ സാമ്പത്തിക മേഖലകളെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കുകയും അനാവശ്യമായ ആകർഷണങ്ങളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ആഗ്രഹങ്ങളും നൽകി പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നെഗറ്റീവ് എനർജികളെ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. എനിക്ക് എൻ്റെ മെത്രാൻ നൽകിയ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും എക്സോർസിസം ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ കൽപ്പിക്കുന്നു. ദുഷ്ടസേനകളെ, തിന്മയുടെ രൂപികളെ, നാരകീയ ശക്തികളെ, രോഗാണുക്കളെ, പൈശാചിക ശക്തികളെ ഈ മക്കളിൽ നിന്ന് വിട്ടുപോകും. ബന്ധിക്കുന്നു, ശാസിക്കുന്നു.
ബഹിഷ്കരിക്കുന്നു. ഈ മക്കളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരവും അസൂയകളും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ തുണിവിന് ഇന്ന് അവസാനം വരട്ടെ. ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളും ഈ നിമിഷം വിട്ടുമാറട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ സാങ്വേ ദാക്വേ സ്കതുറിഷദൽ കോരദി ജസു come sorgendo della misericordia per noi confidiamo in te Gesù. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Vieni Spirito Santo. ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ, സ്പർശിക്കണമേ, തൊടണമേ, വിടുതൽ കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം 90 ദിവസം രാവിലെയും വൈകുന്നേരം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുമെന്ന് എനിക്കുറപ്പാണ്. അതുപോലെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്വർഗസ്ഥന പിതാവ് ഒരു നന്മയും ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും ആൾക്കാർ ഇവിടെ വരുന്നത്. അവർ ഈ ദേവാലയം, ഈ അത്ഭുത ദേവാലയത്തിൽ വെച്ച് ഇവിടെ വന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും അത്ഭുതകരമായ സൗഖ്യം കിട്ടട്ടെ. വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് കൊണ്ട് ദൈവജനത്തെ ആശീർവദിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തി അവർക്ക് ലഭിക്കട്ടെ. ആമേൻ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.